എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വച്ചിരുന്ന ഷെയറുകളാണിത്. ഇതിൽ 2 ഷെയർ TRIL മെട്രോ ബ്രാൻഡ്. ഇത് ആവറേജ് വന്നാൽ നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ളതായിരുന്നു. അതിൽ ഈ TRIL മാത്രം ആവറേജ് ചെയ്യുന്ന നമുക്ക് ചാൻസ് തന്നു. ബാക്കി ഈ മെട്രോ ബ്രാൻഡ് തന്നില്ല. ബാക്കിയുള്ള 10 ഷെയർ, നമ്മൾ 17 ഷെയർ എടുത്തുള്ളൂ. 17-ൽ 10 ഷെയർ പ്ലസ് ഇത് TRIL, ഇത്രയും ഷെയർ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ കുറച്ച് ഷെയർ നമുക്ക് നോക്കാം. ഇവിടെ തന്നേക്കുന്ന ഈ ഷെയറുകൾ തന്നെയാണ്. MP എന്ന് പറയുന്ന ഷെയർ. MP നോക്കൂ, ഇത് ഇവിടം വരെ വന്നത് CPR ഹൈ ചെയ്യുമ്പോൾ കാണാം. ഇവിടം വരെ വന്നിട്ട് R2 വന്നില്ല, R1 മുകളിൽ പോയി തിരിച്ച് R1 താഴെ ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ, ഈ റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 135-50 റേഞ്ചിലെടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് 126 സംതിങ് വരുന്നുണ്ട്. ഏകദേശം 8.5 രൂപയ്ക്ക് അടുത്ത് നല്ല പ്രോഫിറ്റ്. അതിന് ശേഷം പിന്നെ കയറിയിട്ടില്ല ആ ഷെയർ, പിന്നെ കയറിയിട്ടില്ല, താഴോട്ട് തന്നെ. അതിനുശേഷം ഷെമാരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഷെയർ, അതും ഓപ്പണിങ്ങിൽ തന്നെ R1 പോയിട്ട് ഇറങ്ങി. R1 മുകളിൽ ട്രേഡായി തിരിച്ചിറങ്ങി. 235 റേഞ്ച് നമ്മളൊരു എൻട്രി എടുത്താൽ 1.5 മണിക്കൂറിനുള്ളിൽ 223, 222 വരെ 2.5 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 12-12.5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ അത് ആവറേജ് നിന്ന് കളിച്ചിട്ടേ ഉള്ളൂ, അതിന് മുകളിൽ പോയിട്ടില്ല. അതിനുശേഷം റിച്ച് എന്ന് പറയുന്ന ഷെയർ. റിച്ച് ഇത് കണ്ടിട്ട് ഇത് ജസ്റ്റ് 1 രൂപ വ്യത്യാസത്തിൽ ഇതിവിടെ ടച്ച് ചെയ്യാതെ ഇറങ്ങി പോകുന്നു. ഞാൻ പക്ഷേ ഇതിൽ എൻട്രി എടുത്തായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവരെ ഈ ലെവലിൽ ചാൻസ് എടുക്കരുത്. അവർക്ക് ഈ റേഞ്ച് എടുക്കാം. പക്ഷേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസിങ് ടൈം ആകുമ്പോൾ നമ്മളിവിടെയും ചെയ്യരുത്. ഇത് 14-2.5 ആയതുകൊണ്ട് കുഴപ്പമില്ല. എടുത്താലും ഒരു ചെറിയ 2-3 രൂപയൊക്കെ കിട്ടും, അതിൽ കൂടുതലില്ല. അപ്പോൾ റിച്ചിനകത്ത് ആ ഒരു ചാൻസ് ഉള്ളായിരുന്നു. പിന്നെ SMLT എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടം വരെ വന്നു. ഇവിടെ വരെ ഹൈ അടിച്ചിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ 314 എൻട്രി എടുത്താൽ നമുക്ക് 296, ഏകദേശം 17-18 രൂപ വരെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അതിനുശേഷം IFB ഇൻഡസ്ട്രീസ് ഓപ്പണിങ്, ഫ്ലാറ്റ് ഓപ്പണിങ് ഒന്ന് നേരെ കയറിപ്പോയി R1 മുകളിൽ പോയ ശേഷം ഇവിടെ ഇറങ്ങി 1304, 1303 രൂപ നമ്മൾ എൻട്രി എടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1246, നമുക്ക് ഏകദേശം 58 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം GAEL, ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട്, അത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, പിന്നെ കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. പക്ഷേ ഈ ഷെയറിൻ്റെ ഈ നിപ്പ് കാണുമ്പോൾ 2 ദിവസക്കുള്ളിൽ ഇത് 400 രൂപയ്ക്ക് പോകും. 2-3 ദിവസക്കുള്ളിൽ ഇത് 400 രൂപ പോകും. ഇവിടുന്ന് 392 വരെ എൻട്രി എടുത്താൽ 380, 375, 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഗണേഷ് ഹൗസിംഗ് എന്ന് പറയുന്ന ഷെയർ. ഗണേഷ് ഹൗസിങ്ങും നമ്മൾ R2 അടിച്ചില്ല. R2 അടുത്ത് വരെ പോയി 1 രൂപ വ്യത്യാസം അവിടെ നിന്നും താഴെ പോയി. ഇതിൽ പക്ഷേ പുതിയതായിട്ട് ചെയ്യുന്നവർ ഈ റേഞ്ചിൽ എടുക്കരുത്. പക്ഷേ ഇവിടെ എൻട്രി എടുത്താലുള്ള കുഴപ്പം സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആയി. പക്ഷേ ഇവിടെ എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല, പക്ഷേ തിരിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ 750, ഏകദേശം 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. ആംബർ എന്ന് പറയുന്ന ഷെയർ. ആംബർ ഓപ്പണിങ്ങിൽ നേരെ കയറി R1 മുകളിൽ 100 രൂപയ്ക്ക് അടുത്ത് കയറിപ്പോയി. ഇവിടെ നമ്മൾ R1 താഴെ വരുമ്പോൾ എൻട്രി എടുക്കുക. ഇവിടുന്ന് നേരെ R1 താഴെ ഈ റേഞ്ച് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു. 4200, ഇവിടെ നോക്കിയാൽ അറിയാം, 4277. അതിന് താഴോട്ട് പോകുമ്പോൾ എൻട്രി എടുത്താൽ 4194.
ഏകദേശം 85 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. വീണ്ടും അതവിടെ വന്നു, വീണ്ടും താഴെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം അത് 80 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തു. 3-ാം പ്രാവശ്യം അത് ബ്രേക്കായി കയറിപ്പോയി. അതിനുശേഷം സ്വാൻ എനർജി നമുക്ക് ഓപ്പണിങ് ചാൻസ് ഇല്ലായിരുന്നു. ഒരു 2 മണിയായപ്പം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മളിവിടെ 617 റേഞ്ച് ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 602 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം EIDPR ഓപ്പണിങ്ങിൽ 61 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 629 എടുത്താൽ 624 വീണ്ടും ആ റേഞ്ചിന് മുകളിൽ പോയി മുകളിലോട്ട് പോകുന്നില്ല, തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. ഇത് ഹൈ അടിക്കുന്നില്ല. നമ്മളിവിടെ എൻട്രി എടുത്തു. 629 വീണ്ടും എൻട്രി എടുത്താൽ 618 വീണ്ടും ആ റേഞ്ച് വരുന്നുണ്ട്. വീണ്ടും 5 രൂപയൊക്കെ നല്ല 3-4 പ്രാവശ്യം എൻട്രി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൽ. ഇനി നമുക്ക് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഷെയർ എടുത്ത് വെച്ചിട്ടുള്ള ഷെയറുകൾ നോക്കാം. ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല അപ് ട്രെൻഡിലായിരുന്നു. പക്ഷേ നമ്മളെടുത്തിരുന്ന ഷെയർ പകുതി മുക്കാലും ഡൗണിലായിരുന്നു. ഇത്രയും മാർക്കറ്റ് പ്ലസിലായിട്ട് പോലും. ഇതിൽ 2 ഷെയർ, മിതാനി എന്ന് പറയുന്ന ഷെയർ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ എൻട്രി എടുക്കാം. അതുപോലെ ഗണേഷ് ഹൗസിങ് ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ എൻട്രി എടുക്കാം. ഇത് കണ്ടില്ല, ഈ 770, 768 ഇതൊക്കെ ഈ 2 ലെവൽ, ഈ 768-നും 766-നും താഴെ ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. ഈ റേഞ്ചിൽ നിന്ന് താഴെ പോകണം, ഈ CPR ലെവലിൽ താഴെ പോകണം, നല്ല രീതിയിൽ പോകും. എന്ന് പറഞ്ഞാൽ ഇത് നാരോ CPR ഒരു 2 രൂപ വ്യത്യാസത്തിലേ ഉള്ളില്ല. പിന്നെ ഇതിനകത്ത് ദോഡ്ല ഡയറി എനിക്ക് തോന്നുന്നു അതൊരു ആവറേജ് 1000-ന് മുകളിലൊരു ചാൻസ് വന്നിട്ട് തിരിച്ച് 1000-ന് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം അവിടെ. അത് എനിക്കൊന്ന് റിസൾട്ടിൻ്റെ ബേസിൽ കയറിയതാണെന്ന് തോന്നുന്നു ഷെയർ. MSTC ഒക്കെ നോക്കി ചെയ്യുക. അത് 10% ലോക്കാണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ ചാൻസ് കിട്ടും. 1058 10% ആകുമ്പോൾ 100 രൂപ. അപ്പോൾ 1058-ന്നൊക്കെ താഴെ പോകണ ചാൻസ് എടുക്കാം. പിന്നീട് ആംബർ നോക്കിയേ ചെയ്യാവും. അത് നാളെ ചിലപ്പോൾ 4500 റേഞ്ചിന് മുകളിൽ 4502 എൻ്റെ അറിവ്. ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം, അല്ലെങ്കിൽ എടുക്കരുത്. വാബാഗ് ഈ പ്രീവിയസ് ഡേ ഹൈ R2 R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ എടുക്കാം. ഇതിനകത്തൊന്നും വലിയ മൂവ്മെൻ്റ് ഇല്ല, പക്ഷേ ഒരു 10 രൂപ മൂവ്മെൻ്റൊക്കെ ഈസിയായിട്ട് കിട്ടും. MCX അതുപോലെ MCX ഓൾ ടൈം ഹൈ ആണ്. ഒരു 3500-ന് മുകളിൽ പോയിട്ട് ഈ റേഞ്ചൊക്കെയാണ് കട്ട് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.